പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹോളി വീക്ക് അല്ലെങ്കിൽ വിശുദ്ധ വാരം 3-ാം ദിവസത്തിൻ്റെ പ്രാരംഭത്തിൽ നിങ്ങളുമായി പങ്കിടേണ്ട ചിന്ത എന്താണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആരാഞ്ഞപ്പോൾ തെളിഞ്ഞു വന്ന ഒരു സംഭവമാണ്, ഒരു ദൃശ്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശു അത്തിവൃക്ഷത്തെ, തഴച്ച് പന്തലിച്ച് വളർന്നു നിൽക്കുന്ന അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും അത് നശിച്ചു പോകുന്നതും. ഈ സംഭവത്തിൻ്റെ പൊരുൾ എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണ വിഷയം. അതും നോയമ്പുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ സംഭവം അത്ര സുപരിചിതമല്ല എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങൾ. പിറ്റേന്നാൾ യേശു ബഥാന്യ പോരുമ്പോൾ അവന് വിശന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കുക, അവന് വിശന്നു. ലോകത്തിൻ്റെ അപ്പമായവന് വിശന്നു. അപ്പത്തിന് വിശപ്പുണ്ടാകുമോ? ന്യായമായും ചോദിക്കേണ്ടതാണ്. നമുക്കതിലേക്ക് വരാം. പിറ്റേന്നാൾ യേശു ബഥാന്യ പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിങ്കിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. പലവിധമായ വിധത്തിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണിത്. എന്നാൽ ആ ചിന്താക്കുഴപ്പത്തിൻ്റെ എല്ലാം ഉറവിടം ഇത് പ്രകൃതി സംബന്ധമായ അല്ലെങ്കിൽ സ്വാഭാവികമായൊരു സംഭവമാണ് എന്ന സങ്കല്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപ്രകാരമുള്ള വിവിധ വശങ്ങൾ മനസ്സിലാക്കത്തക്കവണ്ണമുള്ള ധ്യാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാം ഇതുവരെ അവലംബിച്ച അതേ സമീപനം, അതായത് നോട്ട്സിൽ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക. കാരണം ആശയങ്ങൾ മനസ്സിൽ പതിക്കുന്നതിനും അവ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഈ ഒരു സമീപനമാണ് സഹായിക്കുന്നത് എന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇതൊരു സ്വാഭാവിക സംഭവമായി, നാച്ചുറൽ ഇവന്റ് ആയി നാം വായിക്കരുത്. അതിൻ്റെ സൂചന ഈ ഭാഗത്ത് തന്നെയുണ്ട്, വേദഭാഗത്തിൽ തന്നെയുണ്ട്. അത്തിവൃക്ഷം ഫലം പുറപ്പെടുവിക്കേണ്ട കാലമല്ലായിരുന്നു അത്. ഇറ്റ് വാസ് നോട്ട് ദ സീസൺ ഓഫ് ഫ്രൂട്ട്. എന്നിട്ടും യേശു എന്തുകൊണ്ടാണ് ആ അത്തിവൃക്ഷത്തെ ശപിച്ചത്? അത് ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കാൻ സാധ്യമാണോ എന്നൊക്കെ ന്യായമായും നാം ചിന്തിക്കുമെങ്കിലും ഇത് ഒരു ഉപമ എന്ന വിധത്തിൽ വായിച്ചാൽ മാത്രമേ ഇതിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആത്മീകമായ പൊരുള് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാം. ഇവിടെ വളരെ ശ്രദ്ധേയമായ, വളരെ 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 ശ്രദ്ധേയമായ ഒരാത്മീയ സത്യം വെളിപ്പെട്ട് വരുന്നുണ്ട്. അത് ആദ്യമേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ ഈ സംഭവം അറിയുന്നവർ മനസ്സിലാക്കണം എന്നത് വിധത്തിലാണ് ഈ സംഭവം രൂപീകരിച്ചിട്ടുള്ളത്, ചിത്രീകരിച്ചിട്ടുള്ളത്. ആ സംഭവത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന് ആജീവനാന്തം സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബോധ്യമാകുന്നുണ്ട്. പ്രകൃതി ദൈവം സൃഷ്ടിച്ച് അതിനെ ദൈവനിർമ്മിതമായ നിയമത്തിൻ്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ആ നിയമങ്ങൾ പ്രകൃതിയുടെ മേൽ എപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രകൃതി ദൈവനിർമ്മിതവും ദൈവസ്ഥാപിതവുമായ എല്ലാ നിയമങ്ങൾക്കും
അധീനമായിട്ടാണ് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നേച്ചർ ക്യാൻ ഓൺലി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ ലോസ് ഗോഡ് ഹാസ് അപ്പോയിൻറ്റഡ് ഫോർ ഇറ്റ്. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കാം. എന്നാൽ മനുഷ്യനും പ്രകൃതിയുടെ ഒരു അംശമാണെങ്കിലും മനുഷ്യന് മാത്രം ഈ പ്രകൃതിയുടെ നിയമങ്ങൾ, ഫിസിക്കൽ ലോസ്, അതിനെ അതിജീവിക്കുവാൻ ഉള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഹത്തിന് വേഗത്തിൽ ഓടാനും ശക്തമായി ആക്രമിക്കാനും കഴിയും. പക്ഷേ മനുഷ്യനെ പോലെ ചിന്തിക്കുവാനും വിഭാവന ചെയ്യുവാനും ഒരു നോവൽ എഴുതുവാനും ഒരു പ്രസംഗം നടത്തുവാനും ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ റെസിറ്റേഷൻ അതൊന്നും സാധ്യമല്ല. നമുക്കറിയാം, വിമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കുക, ഇതൊന്നും മൃഗങ്ങളെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അപ്പുറത്ത് ചെന്നിട്ടാണ് മനുഷ്യൻ ഇപ്രകാരം പുരോഗമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ വിധിക്കാവൂ അല്ലെങ്കിൽ കാണാവൂ, വിലയിരുത്താവൂ എന്ന് പറയുന്നത് ശരിയല്ല. പലരും ഓരോ വെട്ടിൽ ചെന്ന് വീണിട്ട് അപ്രകാരമുള്ള പരാതികൾ ഉന്നയിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇങ്ങനെ പരാമർശിക്കുന്നത്. അപ്പോൾ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ വ്യത്യാസം നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സംഭവത്തിൻ്റെ ആശയത്തിൻ്റെ താക്കോൽ നമുക്ക് പ്രാപിപ്പാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നിയമങ്ങളുടെ അപ്പുറത്ത് കടക്കാൻ സാധിക്കും. അത് നിയമം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായി നോക്കുമ്പോൾ നിലവിലുള്ള ആ താരിഫ് രീതി, ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആകരുതാത്ത ഒരു സമീപനമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ നീതിബോധം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കവച്ചു വെക്കുന്നില്ല, അതിജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഈ നീതിബോധം മതി, അതുകൊണ്ട് അവരുടെ കച്ചവടം നടത്തിക്കൊള്ളും. നിങ്ങൾക്കത് പോരാ, നിങ്ങളതിനെ അതിജീവിക്കണം. പരമ്പരാഗതമായി യഹൂദനെ അറിയിച്ചും പഠിപ്പിച്ചും അഭ്യസിച്ചും വന്ന നിയമത്തെ അതിജീവിക്കണം എന്നാണ് യേശു പറയുന്നത്. കാരണം അത് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള പ്രത്യേകമായ കഴിവാണ്, അത് പ്രയോജനപ്പെടുത്തണം. അപ്പൊ പ്രകൃതിയിലൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്തണം എന്ന താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നില്ല. യേശു പറയുന്നു, നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ. പൂർണ്ണത പ്രാപിക്കുക എന്ന ലക്ഷ്യം പ്രകൃതിയിലില്ല. പ്രകൃതി അപൂർണതകളുടെ സമ്പാദ്യവും സമാഹാരവുമാണ്. അത് അപൂർണതകളുടെ കലവറയാണ് എങ്കിലും മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കാനുള്ള വിഭവങ്ങൾ പ്രകൃതിയിലുണ്ട്. പക്ഷേ പ്രകൃതിയുടെ ഒന്നും തന്നെ അതിൽ തന്നെ പരിപൂർണമല്ല. എന്നാൽ മനുഷ്യന് പരിപൂർണതയിലേക്ക് നിരന്തരം വളരേണ്ട കടമയുണ്ട് എന്ന് യേശു പല വിധത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ അനേക വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുള്ളതാകയാൽ അതിനുവേണ്ടി ഞാൻ കൂടുതൽ സമയം മാറ്റിവെക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ സൽഗുണപൂർണ്ണത പ്രാപിക്കണമെന്ന ലക്ഷ്യം യേശു നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അത് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല എന്ന് കട്ടായം പിടിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അങ്ങനെ ചിന്തിക്കുന്നതും വാദിക്കുന്നതും ഞാൻ അവതരിപ്പിച്ച വ്യത്യാസത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പ്രകൃതിക്ക് അതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾക്ക് അതീതമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഉയരുവാനോ വളരുവാനോ സാധ്യമല്ലാതിരിക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ന്യായമെന്ന് നമുക്ക് തോന്നുന്നത്, സാധാരണമെന്ന് തോന്നുന്നത്, നിയമമെന്ന് തോന്നുന്നത് അതിനെ അതിജീവിച്ച് അതിൽ നിന്ന് മഹത്തരമായ അവസ്ഥയിലേക്ക് ഉയരുവാനും വളരുവാനുമുള്ള സാധ്യത നൽകപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആദ്യമായി നാം മനസ്സിലാക്കുക. രണ്ടാമതായി ഈ സംഭവം നമ്മെ അറിയിക്കുന്നത് ദൈവത്തിന് വിശപ്പുണ്ട്. ഇത് ദൈവത്തെ ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന ഒരു വലിയ എന്താണ് പറയുന്നത് മതപണ്ഡിതന്മാരുടെ വിവാദങ്ങൾ നിലനിൽക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഹിന്ദുമതത്തിൽ ദൈവത്തെ ഒരു മനുഷ്യനായി കാണരുത് എന്ന് വളരെ ശക്തമായി വാദിക്കുന്നവരുണ്ട്. എങ്കിലും എത്രയോ കോടിക്കണക്കിന് ദൈവങ്ങൾ ഹിന്ദുമതത്തിലുണ്ട്. അതിൽ തന്നെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ട് സമയത്തിൻ്റെ പരിമിതി മാനിച്ചും
അത് ഞാൻ മാറ്റിവെക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സംഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് വിശപ്പുണ്ട്. അത് മാത്രവുമല്ല, സുവിശേഷത്തിന്റെ പലയിടങ്ങളിലായി ദൈവത്തിന് ദാഹമുണ്ട്. ക്രൂശിൽ നിന്ന് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ദൈവത്തിന് വിശ്രമം ആവശ്യമാണ്. ഗലീല കടലിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, കാറ്റും കോളും വന്ന് കടൽ ഇളകിയപ്പോൾ യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. ദൈവത്തിന് കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ദൈവത്തിന് മനുഷ്യരാൽ അംഗീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പോൾ ദൈവത്തെ മനുഷ്യൻ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എല്ലാ ദിവസവും സായങ്കാലത്ത് ദൈവം വന്ന ആദാമിനോടും ഹവയോടും കൂട്ടായ്മ ആചരിച്ചു എന്നൊക്കെ. ഇത് നാം ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവവുമായി സ്ഥാപിച്ചിട്ടുള്ള നിലനിർത്തുന്ന ബന്ധങ്ങൾ ഏകപക്ഷീയമായി മാത്രം പ്രവർത്തിക്കുന്നതാണ്. നാം ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തിൻ്റെ മുൻപിൽ നല്ലപോലെ ചമയുന്നതുമൊക്കെ നമുക്ക് കിട്ടാവുന്നതിന് അപ്പുറത്ത് വല്ലതും കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ്. ഈ വലിയ തത്രപ്പാടിൽ, ഈ വലിയ ആർത്തിയിൽ, പരവേശത്തിൽ ദൈവം നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊരിക്കലും നാം അന്വേഷിക്കാറില്ല എന്നത് പച്ച പരമാർത്ഥമാണ്. പക്ഷെ ഇതാരെയും ബാധിക്കുന്നില്ല, ആരും ഇത് കൂട്ടാക്കുന്നില്ല. അത് ശരിയല്ല എന്നൊരു നല്ല സൂചന ഈ സംഭവത്തിലുണ്ട്. യേശുവിന് വിശന്നു എന്ന് പറയുമ്പോൾ നാം ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, നാം ദൈവവുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പേരാണല്ലോ മതം, അതിൻ്റെ ആഘോഷമാണല്ലോ ആരാധന. അതിൽ പാരസ്പര്യത ഉണ്ടായിരിക്കണമെന്ന് കഴിഞ്ഞ 2-3 വീഡിയോകളിൽ ഞാൻ വളരെ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടാകണം. പക്ഷേ അത് നമുക്ക് സ്വീകാര്യമല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, കൂടുതൽ പോരട്ടെ പോരട്ടെ പോരട്ടെ, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടോ, അത് മാത്രം പറയരുത് എന്ന, പിന്നെ ഒട്ടുമൊക്കെ കുറച്ച് പൈസ കൊടുത്ത് കടം തീർത്ത് കളയും എന്ന ഒരവസ്ഥയിലാണ്. അതൊന്നും ദൈവത്തിൻ്റെ ദാഹത്തോടും വിശപ്പിനോടും കൂട്ടായ്മയുടെ ആവശ്യത്തോടും ബന്ധമുള്ളതല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാം ദൈവവുമായുള്ള ബന്ധത്തെ ഒന്ന് പുതുക്കി പണിയേണ്ട വലിയ ആവശ്യമുണ്ടെന്ന് ഈ സംഭവം. ഇതെല്ലാം നോമ്പിൻ്റെ അനുഭവങ്ങളായി മാറേണ്ടതായതുകൊണ്ട് ഈ തരുണത്തിൽ ഞാൻ പ്രത്യേകമായി എടുത്ത് പറയുകയാണ്. അപ്പോൾ മതമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ സൗകര്യം അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ദൈവവുമായി സ്ഥാപിക്കുന്ന ബന്ധമാണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പോലെ, വി ക്രിയേറ്റ് എഡിറ്റഡ് വേർഷൻസ് ഓഫ് our relationship with God. ദൈവവുമായി പൂർണ്ണ ബന്ധത്തിൽ ഏർപ്പെടാതെ ഒരു വഴിയെ മാത്രം സഞ്ചരിക്കുന്ന വിധത്തിൽ, അവിടെ നിന്നിങ്ങോട്ട് അവിടെ നിന്നിങ്ങോട്ട് എന്ന വിധത്തിൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ, അങ്ങനെ സ്ഥാപിക്കരുത് എന്നാണ് പ്രഥമമായ കൽപ്പന. എന്നിട്ട് ദൈവമായ യഹോവയെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും ആരാധിക്കണം, സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, അവിടെ തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും ആദാൻ പ്രദാൻ എന്ന് പറയുന്നത് പോലെ പാരസ്പര്യതയുടെ ഒരു ബന്ധമുണ്ടാകണം എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന ചിന്ത ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദൈവവുമായി ബന്ധം പുലർത്തുന്ന ആളുകൾ നന്നേ കുറവാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കടമ ഈ നോമ്പ് കാലത്തെങ്കിലും നമുക്കൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കും. ഇനി നാം മുൻപോട്ട് അന്വേഷിക്കുമ്പോൾ, ഇവിടെ ഈ സംഭവത്തിൽ ഒരു വിരോധാഭാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, ഈ അത്യവൃക്ഷം വളരെ സമൃദ്ധമായി വളരുകയാണ്. അതിൽ ഇലകൾ നിറഞ്ഞിരിക്കുന്നു, കൊമ്പുകൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ദൂരെ നിന്ന് കണ്ടാൽ ആരിലും വലിയ പ്രതീക്ഷ ഉണർത്തുവാൻ തക്കവണ്ണം അത് വളർച്ച മുറ്റി, വളർച്ചയുടെ സൗന്ദര്യം
തുളുമ്പി നിൽക്കുകയാണ്. പ്രകൃതിയിൽ അത് അങ്ങ് ഒരു സിനിമ സ്റ്റാർ പോലെ നിന്ന് ശോഭിക്കുകയാണ്. പക്ഷേ ദൂരക്കാഴ്ച ഒന്ന്, അടുത്ത് വരുമ്പോൾ മറ്റൊന്ന്. ദൂരെ നിന്ന് കാഴ്ചയും അടുത്ത് വരുമ്പോൾ ആവശ്യവും. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയും അടുത്ത് വന്നാൽ ആവശ്യവും. ഇത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എല്ലാത്തിനോടുള്ള ബന്ധത്തിൽ നാം തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ വലിയ വലിയ നേതാക്കന്മാരെ ദൂരെ നിന്ന് കണ്ട് സായുജ്യമടയാൻ മാത്രമേ പാവപ്പെട്ട ആളുകൾക്ക് അവകാശമുള്ളൂ. അവരുടെ അടുത്ത് വരുവാൻ സമ്മതിക്കത്തില്ല. കാരണം അവരടുത്ത് വന്നാൽ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയേണ്ടി വരും, അതിനെ മാനിക്കേണ്ടി വരും. അതുകൊണ്ട് ദൂരെ നിന്ന് കൈകൂപ്പി ഒരു വിദൂര നമസ്കാരം കൊടുത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന പരിപാടിയാണ്. മതത്തിലും അത് തന്നെയാണ്. ഒരു മെത്രാനെയോ ഒരു ആർച്ച് ബിഷപ്പിനെയോ സമീപിച്ച് തങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയിക്കാനുള്ള അവകാശമോ നമ്മുടെ പാവപ്പെട്ടവർക്കൊന്നുമില്ല. ഇത് ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അത്യുക്ഷമം അതിമനോഹരമായി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൂരെ നിന്ന് നോക്കിയാൽ എല്ലാറ്റിനും മതിയായതാണ്. ഒരു സ്ത്രീയെ അണിഞ്ഞ് ഒരുക്കി നിർത്തിയിരിക്കുന്ന രൂപം ഒന്നാലോചിച്ചാൽ, ഒരു 10 സാരി ഉടുത്തിരിക്കുന്നു, അതിൻ്റെ പുറത്ത് ഒരു 10-12 സൽവാർ കമ്മീസ് ധരിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ പുറത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകൾ ഇടുന്ന വസ്ത്രഭൂഷാദികൾ ഇട്ടിരിക്കുന്നു, അതിൻ്റെ പുറത്ത് കഥകളി വേഷം ഇട്ടിരിക്കുന്നു. അങ്ങനെ ചമയച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അടുത്ത് വരുമ്പോഴോ യാതൊരു ഫലവുമില്ല. ഈ ഒരു വളരെ വളരെ ശ്രദ്ധേയമായ ചിത്രീകരണം, ഇത് എത്രയോ നമ്മുടെ അവസ്ഥയുമായി എത്രയോ അടുത്ത് നിൽക്കുന്നതാണ് എന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ അല്പം സമയം നീക്കി വെക്കുന്നത് നഷ്ടമാകുകയില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ഇവിടെ ഈ ചിത്രീകരണത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ആദാമും ഹവ്വായും ദൈവത്തോട് മറുതലിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർ നഗ്നരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവർ കണ്ടുപിടിച്ചു. മനുഷ്യൻ ചരിത്രത്തിൽ നടത്തുന്ന ആദ്യത്തെ കണ്ടുപിടുത്തം അവൻ്റെ നഗ്നതയാണ്. ഞങ്ങൾ നഗ്നരാണ്. ഈ നഗ്നതയുടെ പൊരുൾ എന്താണെന്ന് പലരോട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ പ്രയോജനത്തായും ഈ തരുണത്തിൽ അത് പ്രസക്തമായതിനാലും ഞാനത് പറയട്ടെ. ആത്മാവിൻ്റെ ശൂന്യതയാണ് ശരീരത്തിൻ്റെ നഗ്നതയായി നാം അറിയുന്നത്. ദയവായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആന്തരികമായ ശൂന്യതയാണ് ബാഹ്യമായ നഗ്നതയായി മനുഷ്യൻ അനുഭവിച്ച് അറിയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പലവിധമായ വേഷഭൂഷാദികൾ കൊണ്ട് മൂടി ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഗതികേട് നമുക്ക് വരുന്നത് തൊലിക്ക് താഴെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, പൊള്ളയായതുകൊണ്ടാണ്, ആന്തരികമായി വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആത്മീകമായ നഗ്നത ഒന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ മതപരമായ വലിയ വലിയ ഘോഷയാത്രകളും പ്രകടനങ്ങളും പന്തം കൊളുത്തിയുള്ള യാത്രകളും പട്ടണത്തിൽ കൂടെയുള്ള ഈ പ്രയോഗങ്ങളും വലിയ വലിയ സംരംഭങ്ങളും പിന്നെ വലിയ വലിയ പള്ളികൾ, പള്ളി മേടകൾ, പള്ളിയുടെ ഹാളുകൾ, വലിയ വലിയ കൺവെൻഷൻസ്, 1,00,000 പേർ 2,00,000 പേര് വരുന്ന കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 അയത്തോടെ പോയാൽ നീ സ്വർഗത്തിലെത്തിയതുപോലെ എന്ന വിധത്തിലാണ് ആളുകൾ അർമാദിക്കുന്നത്. പിന്നെ വേഷഭൂഷാദികൾ കണ്ടാൽ അത് ആ വസ്ത്രമിട്ട് നടക്കുന്നവനെ കണ്ടാൽ ദൈവം മുട്ടുകുത്തും എന്ന വിധത്തിലാണ് ഇവിടെ നടപ്പ്. പിന്നെ അങ്ങനെയുള്ളവർ വലിയ വലിയ അധികാര കേന്ദ്രങ്ങളിൽ പോയി ആളുകളുമായി കാണുന്നു, VVIP റിലേഷൻഷിപ്പ്. പിന്നെ ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് ദയവായി മനസ്സിലാക്കുക, നമ്മുടെ നഗ്നത മറയ്ക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഈ അത്തിവൃക്ഷത്തെ പറ്റി പറയുമ്പോൾ അതിൽ ഇത്രമാത്രം ഇലയും ശിഖരങ്ങളും തഴച്ചു വളരേണ്ട ആവശ്യം അതിൽ
ഫലമില്ലാത്തത് കൊണ്ട്, മനുഷ്യർക്ക് പ്രയോജനമുള്ളതൊന്നും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര വലിയ മോടി പിടിച്ച് അത് പ്രകൃതിയിൽ അതിടം പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ തരുണത്തിൽ ഫ്രഞ്ച് ചിന്തകനായ റൂസോ തൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ ഏത് തരത്തിലുള്ള രാജ്യത്തിലാണ് വസിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് റൂസോ പറയുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിലൊന്നാണ്, ഞാൻ വസിക്കാൻ താല്പര്യപ്പെടുന്ന രാജ്യത്തെ അവിടുത്തെ സ്ത്രീകൾ അവരുടെ വില, അവരിടുന്ന വസ്ത്രത്തിൽ നിന്ന് കടമെടുക്കുന്ന ഗതികേടില്ലാതെ അവർ എത്ര സാധാരണമായ വസ്ത്രം ധരിച്ചാലും അവരുടെ വ്യക്തിത്വത്തിൻ്റെ നന്മ കൊണ്ടും മേന്മ കൊണ്ടും മാധുര്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അവർ ധരിക്കുന്ന തുച്ഛമായ ഒരു പക്ഷേ തീരെ വില കുറഞ്ഞ വസ്ത്രത്തിന് പോലും മഹിമ പകരുവാൻ തക്ക വ്യക്തിത്വമുള്ള സ്ത്രീകൾ വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് എനിക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലാണ് എനിക്ക് ജീവിക്കാൻ താല്പര്യമുള്ളത്. ഇത് നമ്മുടെ മെത്രാന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വലിയ വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി സ്വർണ്ണ നൂല് കൊണ്ടൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ കണ്ണിൽ ഇടം പിടിക്കാനായി തത്രപ്പെടുന്ന ആളുകൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം വളർത്തുവാൻ ഒരു കുഞ്ഞുവൽ അനക്കിയിരുന്നെങ്കിൽ ഈ വലിയ വലിയ അനാവശ്യമായ വ്യയമായ പ്രവൃത്തികൾ ഒഴിവാക്കുമായിരുന്നു എന്നാണ് സത്യമായി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യേശു പറയുന്നത്, ഇങ്ങനെയുള്ള ഈ ഒരു കാഴ്ചപ്പാട് ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം ഇലയും ശിഖരവും പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക, മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒന്നുമില്ലാതെ ഞങ്ങൾ താണ്ട് വലിയ സംഭവമാണെന്ന് ആളുകൾ ധരിക്കത്തക്കവണ്ണമുള്ള ഈ നാടകവും അഭിനയവും വേഷവും കൊണ്ട് മാത്രം നിൽക്കുന്ന ഈ അവസ്ഥ ശാപഗ്രസ്തമാണ്. അത് ശാപം മാത്രം അർഹിക്കുന്നു. ഇത് അപകടമാണ്. അവർക്കും സാധാരണ ജനത്തിനും ഇതുപോലെ നഷ്ടവും അപകടവുമാണ് എന്ന് ദയവായി അറിയണമെന്നാണ് ഈ സംഭവത്തിൻ്റെ പിറകിലുള്ള ആത്മീയമായ ലക്ഷ്യം. അപ്പോൾ സഭകൾ ഈ അത്തിവൃക്ഷത്തെ പോലെ ആകാനുള്ള സാധ്യത യേശു മുന്നമേ കണ്ടിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പം ആ അവസ്ഥയിൽ, അതായത് ഈ വലിയ വലിയ ചമഞ്ഞൊരുങ്ങി നിൽക്കുന്ന, അതേസമയം ഒരു അത്തി പഴം പോലും പുറപ്പെടുവിക്കാതെ നിൽക്കുന്ന ഈ ഒരു വൃക്ഷത്തെ പോലെ സഭകളായി തീർന്നാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയമായ അല്ലെങ്കിൽ ജീവിത സംബന്ധമായ ആവശ്യങ്ങളെ കാണുവാനോ അവരുടെ രോദനം കേൾക്കുവാനോ സഭകൾക്ക് കണ്ണും കാതും ഉണ്ടാകുകയില്ല എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ താക്കീത് എന്ന് ഈ നോമ്പുകാലത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഇടയാകട്ടെ. നമുക്ക് ദയവായി നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. ഈ നമ്മുടെ മെത്രാന്മാരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ വലിയ വലിയ വേഷഭൂഷാദികൾ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഒരു പാവപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ വഹിക്കുന്ന ഭാരം, മക്കളെപ്പറ്റി ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന അപ്പനമ്മമാരുടെ അവസ്ഥയിൽ, ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്ന നമ്മുടെ യുവതി യുവാക്കന്മാരുടെ ജീവിതത്തിൽ, നാളെ എന്തായിത്തീരുമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ മധ്യത്തിൽ ഇപ്രകാരമുള്ള വേഷഭൂഷാദികൾ കൊണ്ട് നമ്മുടെ മെത്രാന്മാർ ഇറങ്ങിച്ചെന്നാൽ അവർക്ക് എന്ത് ആശ്വാസമാണ്? നിങ്ങളൊന്ന് ദയവായി ഒന്ന് നോക്കുക. ഇങ്ങനെ ഒരു വ്യക്തി അവരുടെ മധ്യത്തിൽ, അപ്പോൾ നിങ്ങൾക്ക് 25 വയസ്സുള്ളൊരു മകനുണ്ട്. അവനെ നിങ്ങൾ പഠിപ്പിച്ചു, കിടപ്പാടമൊക്കെ വിറ്റ് അവൻ എൻജിനീയറിംഗ് ഒക്കെ പാസ്സായി. 3-4 വർഷമായിട്ട് ജോലിയില്ലാതെ അവൻ അവിടെ എവിടെയും കറങ്ങി നടക്കുക. അവന് നിരാശ കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. ആ സമയത്ത് ഈ മെത്രാൻ തൻ്റെ കസേരയും കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഈ കുന്തം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇത് കത്തോലിക്കരുടേതാണ്, കത്തോലിക്കരുടെ വേണ്ടെങ്കിൽ ഇന്നാ പിടിച്ചോ, ഇത് ഓർത്തഡോക്സ് ആണ്
ഈ ഒരു അവതാരം നിങ്ങളുടെ വീടിന് മുമ്പിൽ വന്ന് 1 മിനിറ്റ് നിന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഓർത്തഡോക്സ് അല്ല എന്നാൽ വേറെ പിടിച്ചോ. ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇതാണ് ഞാൻ നിങ്ങളോട് ചോദ്യം. ഇതേ ചോദ്യം തന്നെയാണ്, ഇത് തന്നെയാണ് ഈ സംഭവം ഉയർത്തുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. നമുക്ക് മനുഷ്യരുടെ ജീവിതത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അതാണ് ഈ സംഭവത്തിൻ്റെ ഉള്ളടക്കം. അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിൽ ഇപ്പോഴുള്ള ഈ അത്തിയൽ വൃക്ഷത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് പഴയ പള്ളിയൊക്കെ പൊളിച്ചു പണിത് വലിയ തുകയൊക്കെ ചിലവാക്കി അതിൻ്റെ ഭാരം പാവപ്പെട്ടവരുടെ മുതുകിൽ കൊണ്ടുവയ്ക്കുക. ഞാനിവിടെ പേരൂർക്കടയിലാണ് താമസിക്കുന്നത്. ഇവിടെ സെൻറ്റ് ജൂഡ് ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. പണ്ട് നല്ലൊരു പള്ളിയായിരുന്നു. അത് പോരാഞ്ഞ് ഒരു വലിയ നോഹയുടെ പെട്ടകം പോലൊരു പള്ളി പണിതിട്ടുണ്ട്. അത് 7 കോടി രൂപ കൊണ്ട് പണിത്. അതിനകത്തെ വിശ്വാസികൾ അംഗങ്ങൾ വെറും പാവപ്പെട്ടവരാണ്. അപ്പോൾ വർഷങ്ങളായി ഈ പള്ളി പണിയാൻ വേണ്ടി ഉപയോഗിച്ച വലിയ മുതല് കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതയെ പാവപ്പെട്ടവരുടെ മുതുകിലാണ്, അവർ വളഞ്ഞാണ് നിൽക്കുന്നതും ആരാധിക്കുന്നതും. ഇത് ഈ അത്തിവൃക്ഷം എന്ന് പറയുന്ന ആത്മീയ രോഗത്തിൻ്റെ തീർച്ചയായും ഒരു സ്വഭാവം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ആരാധനാക്രമത്തെ പറ്റിയുള്ള വലിയ വാഗ്വാദങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിംഹാസനത്തിൻ്റെ കീഴിലിരിക്കുന്നു? അന്ത്യോക്യ സിംഹാസനമാണോ? അല്ല, കോട്ടയത്തെ ദേവലോക സിംഹാസനത്തിൻ്റെ കീഴിലാണോ? നിങ്ങൾ അന്ത്യോക്യ സിംഹാസനത്താണെങ്കിൽ ഞങ്ങൾ തന്നെ തൊഴിക്കും. നിങ്ങൾ ദേവലോക സിംഹാസനത്തിൻ്റെ കീഴിലാണെങ്കിൽ ഞങ്ങൾ തന്നെ കടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളും മനുഷ്യൻ്റെ ജീവിതാവസ്ഥയുമായിട്ട് എന്താണ് ബന്ധം എന്ന് എന്തുകൊണ്ടാണ് ഇതിൽ പെട്ടിരിക്കുന്ന മണ്ടൂഹങ്ങൾ ചിന്തിക്കാത്തതെന്ന് ചോദിച്ചാൽ, നാം ചെറുപ്പം മുതലേ അറിഞ്ഞത് ഈ ഫലം പുറപ്പെടുവിക്കാത്ത അത്യവൃക്ഷമാണ് എന്നതുകൊണ്ട് സഭയിൽ നിന്ന് ഒരു വിധത്തിലുള്ള നന്മയും ആരും പ്രതീക്ഷിക്കരുത് എന്ന് നാം എല്ലാവരും ധരിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആർക്കും ഇതിനകത്ത് ഇച്ഛാഭംഗമില്ലാത്തത്. അതുപോലെ തന്നെ സഭാ നേതാക്കന്മാർ പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നു, പ്രൈം മിനിസ്റ്ററുടെ കേക്ക് തിന്നുന്നു, അല്ലെങ്കിൽ ഒരു സഭാ നേതാവിൻ്റെ 90ാം ജന്മദിനത്തിൽ പ്രൈം മിനിസ്റ്റർ മോദി ഡൽഹിയിലിരുന്നുകൊണ്ട് 2 വാക്ക് പൊട്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സായുജ്യമടയുന്നതിൻ്റെ കാര്യം, നമ്മുടെ മനസ്സിൽ ഈ ഫലം പുറപ്പെടുവിക്കാത്ത തഴച്ചു വളർന്നു നിൽക്കുന്ന അത്യവൃക്ഷം മാത്രമാണ് ക്രിസ്തുവിൻ്റെ ശരീരം എന്നൊക്കെ നാം അർത്ഥമില്ലാതെ പറയുന്ന ഈ സഭ എന്നത് ദയവായി തിരിച്ചറിയുക. അതുകൊണ്ട് ഇത് മെത്രാന്മാരെയോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റക്കാര്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ വേഷഭൂഷാദികൾ കണ്ടില്ലെങ്കിൽ അവർക്ക് വലിയ സോക്കേടാണ്. അത് കണ്ട് സായുജ്യമടയുന്നതിന് അപ്പുറത്തൊരു ആശ്വാസമില്ലെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, ഇതിൻ്റെ നല്ലൊരു ഉദാഹരണം നമുക്ക് മധ്യകേരള ഡയസസ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യകേരള ഡയസസിലുണ്ട്. അവിടെ മിടുക്കനായ ഒരു തിരുമേനി, അതായത് ഈ യേശു ശപിച്ച ഈ അത്തിവൃക്ഷത്തിൻ്റെ അനന്തരാവകാശിയായ മിടുക്കനായ ഒരു തിരുമേനി അവിടെയുണ്ട്. സാബു ചെറിയാൻ എന്നാണെന്നാണ് തോന്നുന്നു ആ പരിശുദ്ധൻ്റെ പേര്. അദ്ദേഹം തിരുമേനിയായി ഡയോസിസിൻ്റെ പ്രധാനപ്പെട്ട നല്ല ഇടയനായ ശേഷം ആദ്യം കൃഷി അങ്ങ് തുടങ്ങി. അദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് തുടങ്ങിയത്. ആ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ ഡയോസിസിൽ നിന്ന് എഴുതിയെടുത്തു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, അങ്ങനെ അല്ല എന്ന് അദ്ദേഹം അറിയിച്ചാൽ ഞാൻ ഇത് തിരുത്തി അദ്ദേഹത്തോടും കേൾക്കുന്ന എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ അനേകം ആളുകൾ ഇതെന്നെ അറിയിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്, 25 ലക്ഷം രൂപയുടെ ഡ്രാഗൺ കൃഷി അദ്ദേഹം നടത്തിയെങ്കിലും ഈ അത്തിവൃക്ഷത്തിൻ്റെ അനന്തരാവകാശി ആയതുകൊണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഇന്ന് വരെ ആളുകൾ കണ്ടില്ല. പക്ഷേ തിരുമനസ്സുകൊണ്ട് 25 ലക്ഷം രൂപയുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തിയെന്ന് പറയുമ്പോൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യകേരള ഡയസസിലെ ആളുകൾക്കൊരു പ്രത്യേക അഭിമാനമാണേ.
അപ്പോൾ ഈ തിരുമേനിയുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ഈ അത്തിവൃക്ഷത്തിൻ്റെ പരിപാടിയാണ്. അപ്പം അദ്ദേഹം വേദപുസ്തകത്തെ അതുപോലെ അനുസരിക്കുന്ന ഒരു മാന്യനാണ് എന്നത് ഞാൻ അല്പം അഭിമാനത്തോടുകൂടെ വേണമോ ഓർക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ഇത് തിരുമേനിമാരെ പറ്റിയോ മറ്റവരെ പറ്റിയല്ല. ഞാൻ ആദ്യമായിട്ട് എന്നെ പറ്റി പറയാനാണ്. ഇത് എന്നോട് പറയുന്നത് എന്താണ്? ഇത് എന്നെ അറിയിക്കുന്ന ദൂത് എന്താണ്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ളിൽ ഈ താല്പര്യമുണ്ട്. മറ്റുള്ളവർ നമ്മളെ ഒന്ന് കാണണം, ഗൗനിക്കണം, അവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയണം, ഞാൻ മിടുക്കനാണ്, മേന്മയേറിയവനാണ് എന്ന് 10 പേർ പറയണം, അംഗീകരിക്കണം എന്നൊക്കെ വലിയ താല്പര്യമുണ്ട്. എങ്കിലും അതിന് ആനുപാതികമായി വളരുവാനോ എൻ്റെ ഉള്ളു പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനോ എൻ്റെ ചിന്താഗതികൾ മാന്യതയും ഔന്നത്യമേറിയതാക്കുവാനോ ഒന്നും ഞാൻ കൂട്ടാക്കുകയില്ല. അപ്പോൾ ആന്തരികമായ അവസ്ഥയും ബാഹ്യമായ പ്രകടനവും തമ്മിലുള്ള വഴക്കാണ്, കോലാഹലമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പുരോഹിതന്മാരെ വെള്ള തേച്ച ശവക്കല്ലറുകൾ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ അത്തിവൃക്ഷം ശാപഗ്രസ്തമായ ശാപം ഏറ്റുവാങ്ങിയ ഈ അത്തിവൃക്ഷം അത് അതിനുവേണ്ടി മാത്രം സ്ഥിതി ചെയ്യുന്നത് പോലെ നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ആ പരിശീലനമാണ് നമ്മുടെ സഭകൾ നമുക്ക് നൽകുന്നത്. ആ പരിശീലനം നൽകാൻ വലിയ യോഗ്യതയുള്ള പ്രൊഫസേഴ്സാണ് നമ്മുടെ പുരോഹിതന്മാർ എന്ന് നല്ല ശബരിക്കാരൻ്റെ ഉപമയിലുണ്ട്. അതുകൊണ്ടാണ് മുറിവേറ്റ് കിടന്നൊരു മനുഷ്യനെ കണ്ടപ്പോൾ പുരോഹിതൻ മുഖം തിരിഞ്ഞൊരൊറ്റ പോക്ക് പോയത്. കാരണം ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതല്ല. ഞാൻ എൻ്റെ കാര്യം നോക്കും, എൻ്റെ കാര്യം പള്ളിയിൽ ചില ക്രിയകൾ ചെയ്യുക, ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ചാകുന്നവൻ ചാകട്ടെ എന്ന വിധത്തിലാണ് അദ്ദേഹം മുഖം തിരിഞ്ഞു പോയത്. അതേ പരിശീലനത്തിൽ ആളുകളായിരുന്നത് കൊണ്ടാണ് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിൽ അവൻ ക്രൂശ് എടുത്ത് നടന്നു പോയപ്പോൾ അവൻ ഏകനായിരുന്നു. എല്ലാവരും അവനെ ഉപേക്ഷിച്ചു. കാരണം ഓരോരുത്തരും അവർക്ക് ലഭിച്ച പരിശീലനം അനുസരിച്ച് അവരുടെ തടി തപ്പാൻ മാത്രം കൂട്ടാക്കി എന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയും എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടി സ്വയം അർപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യപുത്രൻ അവൻ്റെ ക്രൂശ് എടുത്ത് നടക്കുമ്പോൾ അവനെ അനുധാവനം ചെയ്യുവാൻ, അവൻ്റെ അവസ്ഥയോട് അല്പസമയമെങ്കിലും സഹകരിപ്പാൻ കൂട്ടാക്കുന്ന ആരുമുണ്ടായിരുന്നില്ല എന്നത് ഈ ഫലമില്ലാതെ തഴച്ചു വളർന്നു നിന്ന അത്തിവൃക്ഷത്തിൻ്റെ അതേ ആശയത്തിൻ്റെ മറ്റൊരു മുഖമാണ് എന്ന് ദയവായി തിരിച്ചറിയണം. അപ്പോൾ ഈ തരുണത്തിൽ ജർമ്മൻ ഫിലോസഫറായിരുന്ന ഹെയ്ഗൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നു, നിങ്ങളെ തനിച്ചാക്കുന്നു, നിങ്ങളെ തിരിക്കുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ. കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒരു സിംഹത്തിന് എലി പൊനത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ സിംഹം അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമുണ്ട്. ഇഫ് എ ലയൺ ഈസ് നോട്ട് അക്സെപ്റ്റഡ് ഇൻ ടു എ റാറ്റ് ഹോൾ, ഷുഡ് ദ ലയൺ ഫീൽ അഗ്രീവ്ഡ്? ഒരു സിംഹത്തെ ഒരു എലിയുടെ പൊനത്തിൽ സ്വീകരിക്കുന്നില്ല എന്നതുകൊണ്ട് കുണ്ഠിതപ്പെടാൻ ഈ സിംഹത്തിന് വല്ല ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അതെനിക്ക് വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ വിശന്ന് ഈ അത്തിയെ സമീപിക്കുന്ന വ്യക്തി ആരാണ്? ലോക ജനതയുടെ വിശപ്പടക്കാനായി ലോകത്തിലേക്ക് കടന്നു വന്ന സ്വർഗത്തിലെ അപ്പമാണ് പറയുന്നത്, എനിക്ക് വിശക്കുന്നു. അപ്പം അതുകൊണ്ട് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയതയിൽ, മതപരമായ തീക്ഷ്ണതയിൽ, മത ആചാരങ്ങളിൽ യേശുവിൻ്റെ ദാഹവുമായി ബന്ധമുള്ള എന്തെങ്കിലും അംശമുണ്ടോ?
അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിശപ്പുമായി ബന്ധമുള്ള മനുഷ്യജാതിയുടെ വിശപ്പുമായി, ആത്മീയ വിശപ്പുമായി അതിനോട് പ്രസക്തമായ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം, സഭകൾ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നുവോ, അല്ല സഭകൾ ലോകത്തിൻ്റെ അനുഗ്രഹമായി തീരത്തക്കവണ്ണം പ്രവർത്തിക്കണമോ? ഈ തരുണത്തിൽ മാരാമൺ കൺവെൻഷനിൽ അന്നത്തെ മർത്തോമാ സഭയുടെ പരമാധികാരിയായിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ക്രിസോസ്റ്റം തിരുമേനി ഉന്നയിച്ച ഒരു ചോദ്യം ഞാൻ ഓർമ്മിച്ചോളൂ. തൻ്റെ പ്രാരംഭ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നാളെ നമ്മുടെ മാർത്തോമാ സഭ ഇല്ലാതെ പോയാൽ ആർക്കെങ്കിലും അതുകൊണ്ട് വല്ല നഷ്ടവും ഉണ്ടാകും? നിങ്ങൾ എന്ത് പറയും? ഒരൊറ്റ വ്യക്തി പോലും മിണ്ടിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ പറയാം, ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകുകയില്ല, നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പലപ്പോഴുമൊക്കെ സത്യം പറയുന്ന ഒരു ദുഷിച്ച സ്വഭാവം പ്രിയപ്പെട്ട തിരുമേനിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നമ്മുടെ അവസ്ഥയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ആന്തരികമായ വെളിച്ചവും ധൈര്യവും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.